എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് രണ്ടാം ഘട്ട ഇലക്ഷന്റെ ഭാഗമായി പൊതു അവധിയാണ്. പൊതു അവധി എന്ന് പറയുമ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ അവധി തന്നെയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധിയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. അതായത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ അവധി ഉണ്ടായിരുന്നു. അത് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ്, അല്ലെങ്കിൽ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരുന്നു തിങ്കളാഴ്ച അവധി ഉണ്ടായിരുന്നത്. അതുപോലെയുള്ള അവധി തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഉണ്ടായിരുന്നു. അതായത് ബുധനാഴ്ച അവധിയാണ്. ഇലക്ഷനോടനുബന്ധിച്ച് പൊതു അവധി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച ദിവസം ഉണ്ടായിരുന്നു എങ്കിൽ ഇനി നാളെ വ്യാഴാഴ്ച ദിവസം തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ പൊതു അവധിയാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം എല്ലാ സ്വകാര്യ കമ്പനി ജീവനക്കാർക്കും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപന ജീവനക്കാർക്കും അവധി നൽകണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പൊതുപരീക്ഷകളും ഉണ്ടായിരിക്കുന്നതല്ല. അതേസമയം ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ജില്ലകളിൽ നാളെ അവധിയില്ല. ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിൽ മാത്രമാണ് അവധി. റേഷൻ കടകളും അവധിയായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.